ഈ പാലത്തായി കേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു പോക്സോ കേസാണെന്നുള്ളത് മാത്രമല്ല, ആ ഒറ്റ കേസോടുകൂടി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പിണറായി വിജയൻ സർക്കാരിനെ പറ്റിയുള്ള രണ്ട് പ്രധാന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നു. അതിലൊന്ന്, പോലീസ് സേനയിലെ RSSൻ്റെ സ്വാധീനം എന്താണ് എന്നുള്ളത് കേരളത്തിൽ ഏറ്റവും വ്യാപകമായി ചർച്ച ചെയ്യാവുന്നത് പാലത്തായി കേസിലാണ്. അതിന് കാരണം മറ്റു ഏതെങ്കിലും ഒരു ഘടകങ്ങൾ സ്വാധീനിക്കാതെ ഒരു പോക്സോ കേസിലെ പ്രതിക്കെതിരെ അനാവശ്യമായി പോലീസ് അന്വേഷണം വൈകിപ്പിക്കുക, അറസ്റ്റ് വൈകിപ്പിക്കുക. ഇപ്പോൾ മാർച്ച് മാസത്തിൽ ഇതിൽ പരാതി കൊടുത്തിട്ടും ഏപ്രിൽ അവസാന വാരമോ മറ്റാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അത് 2020 ലോക്ക്ഡൗൺ സമയം കൂടിയാണ്. ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിന് പല ലോജിസ്റ്റിക്കൽ പ്രശ്നമൊക്കെ പറയാമെങ്കിൽ പോലും ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയിൽ FIR ഇടുന്നില്ല, ആളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആൾക്ക് സമരം ചെയ്യേണ്ടി വരികയാണ്. നാട്ടുകാർക്ക്, പല സംഘടനകൾക്ക് സമരം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു അസ്വാഭാവികത അന്ന് തന്നെ മണത്തു. അന്ന് സാമൂഹ്യ നീതി ക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജയാണ്. ശൈലജയോട് ചോദിക്കുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു അറസ്റ്റ് ചെയ്തായിരുന്നു എന്നാണ്. അത് പച്ചക്കള്ളമാണ്. ഒന്ന് അവർക്കറിയാം അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നും അവർക്കറിയാം. അവർ സ്ഥലം MLA കൂടെയാണ്. സ്ഥലം MLA ആണ്, സാമൂഹ്യ നീതി ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. അത് ഈ കുട്ടികളുടെ ഗാർഡിയനായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു മന്ത്രിയാണ് പറയുന്നത്. അയാൾ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അത് പച്ചക്കള്ളമാണ്. ആ പച്ചക്കള്ളം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസിലുള്ള RSS സ്വാധീനം, ആ സ്വാധീനത്തെ ചെറുക്കാൻ ഒന്നാം പിണറായി വിജയൻ സർക്കാരിനും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞില്ല. അങ്ങനെ കഴിവില്ല, ആ ഭരണകൂടത്തിന് ത്രാണിയില്ല എന്നുള്ളത് ആദ്യമായി എക്സ്പോസ്ഡ് ആയ ഒരു സംഭവമാണ് പാലത്തായി കേസ്. അതിന് മുമ്പ് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് വിളിച്ചു പറയുന്നു, അയാൾ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു എന്ന് വിളിച്ചു പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ വേറെ ഒരു കാരണം അതിനില്ല. ഒന്ന്, ആദ്യത്തെ അന്വേഷണ സംഘം ഈ പറയുന്ന പോക്സോ കേസ്, ക്രൈംബ്രാഞ്ച് പോക്സോ കേസ് ചുമത്തുന്നില്ല. എന്തുകൊണ്ട് പോക്സോ കേസ് ചുമത്തുന്നില്ല? അതിന് ന്യായീകരണമില്ല. അത് 10 വയസ്സുള്ളൊരു കുട്ടിയെ പീഡിപ്പിച്ചൊരു കേസിൽ പോക്സോ കേസ് എന്തുകൊണ്ട് ഇടുന്നില്ല എന്നുള്ള അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അതിനൊറ്റ കാരണമുള്ളൂ, അയാളെ രക്ഷിക്കണം. പോക്സോ കേസിൽ അത് എങ്ങനെ FIR കൊടുത്ത് കുറ്റപത്രം കൊടുത്ത് അയാൾ രക്ഷിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ആ നാട്ടുകാർ, ബന്ധുക്കൾ ആ സമരം ചെയ്ത് അതിൻ്റെ പുറകിൽ നിന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസ് അട്ടിമറിക്കപ്പെടുമായിരുന്നു. പോക്സോ കേസ് ചുമത്തില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഈ കേസേ ഉണ്ടാവില്ല. അതിനുള്ള ശ്രമം നടന്നിരുന്നു. എന്തൊക്കെ ശ്രമം നടന്നത്? ഈ കുട്ടിക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന് പോലീസ് അന്വേഷണ സംഘം തന്നെ പ്രചരിപ്പിച്ചു. സാധാരണ രീതിയിൽ ഒരു പോക്സോ കേസുണ്ടായാൽ ആ കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റോള് വളരെ നിർണായകമാണ്. കാരണം ഈ കേസ് കഴിയുന്നതുവരെ, ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ ആ കേസ് ഡിസ്പോസ് ചെയ്യുന്നവരെ ആ കുട്ടിയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. വീട്ടുകാർക്ക് പോലും റൈറ്റ് ഇല്ല അതിൽ. ഈ കുട്ടിയെ സാക്ഷിയാണ്, ആ കേസിലെ പ്രധാന സാക്ഷി എന്ന നിലയിൽ ഈ സാക്ഷിയുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചുമതലയാണ്. ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും കോടതിയിൽ മറുപടി പറയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കാതെ അന്വേഷണ സംഘം ഈ കുട്ടിയെ കൊണ്ട് കോഴിക്കോട് ഒരു മനോരോഗ വിദഗ്ധനാകുന്നു അടുത്ത് വന്നു. ഈ കുട്ടിക്ക് മാനസിക വിഭ്രാന്തിയാണ്, ഇല്ലാത്തത് വിളിച്ചു പറയുന്നത് പോലീസ് ആഖ്യാനം ഉണ്ടാക്കുകയാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ക്വാസി ജുഡീഷ്യൽ പവറുള്ള ഒരു ബോഡിയാണ്. ആ ബോഡി അറിയാതെ ഈ കുട്ടിയെ കൊണ്ട് പോവാണ്. അങ്ങനെ എന്തെങ്കിലും ഈ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് നൽകണമെങ്കിൽ പോലും അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി നടക്കാം. ആ കുട്ടിയുടെ കസ്റ്റോഡിയൻ, ആ കുട്ടിയുടെ കേസ് ഡിസ്പോസ് ചെയ്യുന്നവരെ കുട്ടിയുടെ കസ്റ്റോഡിയൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. അവരറിയാതെ പോലീസ് ഈ കുട്ടിയെ കൊണ്ട് പോവുകയാണ്. അതിനർത്ഥം എന്താണ്? അപ്പോൾ ആ കേസ് ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും പോലീസ് നടത്തിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ഇയാൾ അറസ്റ്റുകാരനായതുകൊണ്ട് മാത്രമാണ്.